ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചുവന്നെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ എടുക്കണം കേട്ടോ, ചിരവി എടുക്കരുത്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ട കേട്ടോ. തേങ്ങ ഇങ്ങനെ അടർത്തിയെടുക്കലാണ് ഇതിൽ കുറച്ച് റിസ്ക്കുള്ള പണി, ബാക്കിയെല്ലാം ഈസിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. ഇതിൻ്റെ ഒരു കാപ്പി കളർ ഭാഗം ഉണ്ടല്ലോ, അത് ചെത്തി കളയുക. എന്നിട്ട് ഈ വെള്ള ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അത് കുറച്ച് കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ അതൊന്ന് ചെത്തിയെടുക്കാൻ. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി തന്നെ ഉപയോഗിക്കുക. പിന്നെ കൈമ തട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അതുപോലെ ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതായി തേങ്ങ മുഴുവനായിട്ട് ഇങ്ങനെ അതിൻ്റെ ബ്രൗൺ കളർ ഭാഗം ഒഴിവാക്കിയിട്ട് വെള്ള കളർ ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ മിക്സി കുഴപ്പമില്ല, നല്ല മിക്സിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ വലിയ കഷ്ണങ്ങൾ തന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്താൽ ഒന്നുകൂടി നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. വല്ലാതെ അഴഞ്ഞു പോകരുത് കേട്ടോ. റിവേഴ്സ് ബട്ടണിൽ ഇട്ടിട്ട് കറക്കിയെടുത്താൽ മതി. അപ്പം തന്നെ നന്നായിട്ട് പൊടിഞ്ഞിട്ടും. അപ്പോൾ അതാ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് കളറ് മാറി വരണം, അത്രേ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണ്ടുള്ളൂ. വല്ലാണ്ട് കളറ് മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഈ ഒരു വെള്ള കളർ ഒന്ന് മാറി കിട്ടിയാൽ മതി. വല്ലാണ്ട് ഗോൾഡൻ കളർ ആവാൻ നിൽക്കണ്ട കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ അതാ നമ്മളുടെ തേങ്ങയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തന്നെ ചെയ്യണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. അത് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ, കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റണം, ആ ഒരു രീതിയിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ കരിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിൽക്ക് മെയ്ഡും ബട്ടറും തേങ്ങയും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടണം കേട്ടോ. അവിടെയും ഇവിടെയൊന്നും ആയി നിൽക്കാൻ പാടില്ല. മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് നല്ല മധുരമുള്ളൊരു സ്വീറ്റാണ്. അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഷുഗർ ഉള്ളവർ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, അത്യാവശ്യം മധുരമുള്ളൊരു ഐറ്റം ആയതുകൊണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഐറ്റം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് കയ്യിൽ കുറച്ച് ബട്ടർ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂട്ടിയിട്ട് വലിയ ബോൾസ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിച്ചത് കാരണം ഞാൻ കുറച്ച് ബട്ടർ ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ബോൾസ് ആക്കി എടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് അങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഞാൻ വേറെ ഷേപ്പൊന്നും ആക്കണില്ല കേട്ടോ. അങ്ങനെ ചൂടാറിയ ശേഷം വേണം നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ. ഇനി വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി തീ ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ആക്കി വെക്കുന്ന പാത്രത്തിൽ കുറച്ച് ബട്ടർ ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക. അപ്പോഴേക്ക് നമ്മളുടെ പഞ്ചസാര പാനി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മാത്രം മതി. 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മെൽറ്റായി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഉടനെ തന്നെ ഈ ബോൾസ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ ബട്ടർ പുരട്ടി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതുപോലെ എല്ലാ ബോൾസും ഇങ്ങനെ പഞ്ചസാര പാനിയിൽ മുക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ.
ബട്ടറിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും ഒക്കെ കൂടി ഒരു ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് സൂപ്പറാണ്, വെറുതെ കഴിക്കാൻ തോന്നും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത്ര ഈസിയാണ്. പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. അതാണ് ഈ ഒരു സ്വീറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളുടെ സ്വീറ്റ് കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് കഴിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. ഓക്കെ, ബൈ.